എടാ എന്താണിത്? എന്താണ് നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? നോക്ക് സാറേ, എന്റെ വയറ്റത്തോടെ ബെൽറ്റ് ഇട്ടിരിക്കുക. നിനക്ക് എന്താ പറ്റിയത്? ഇനി എന്ത് പറ്റാനാ സാറേ, കവളം മെഡലും കൊണ്ടാ നടുവിനടിച്ചത്. ആര്? ആ മാർക്കോ തന്നെ. എടാ ഞാൻ പറഞ്ഞല്ലടാ അവൻ അവിടെ കാണുമെന്ന്. അയ്യോ, എന്നിട്ടും എന്തിനടാ നീ അവന്റെ മുന്നിൽ പോയി ചാടിയേ? മുന്നിലല്ല സാറേ ഞാൻ ചാടിയത്. ഞാൻ ജനലിലൂടെ അകത്തോട്ടൊക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോ പിന്നിലൂടെ വന്നവൻ ആഞ്ഞ് നടുവിനടിക്കുകയായിരുന്നു. വയ്യ സാറേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിനക്കും ദേ ഇവനും ഒക്കെ ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ, തലച്ചോറുണ്ടല്ലോ അതില്ല. അതിപ്പം ഇതുപോലുള്ള ഓരോ സംഭവങ്ങളിലൂടെ നീയൊക്കെ അങ്ങ് തെളിയിച്ചോണ്ടിരിക്കുക. എടാ അതൊക്കെ പോട്ടെ, നീ ജനലിലൂടെ അകത്തോട്ട് നോക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താ കണ്ട കാഴ്ച? എടാ അകത്ത് എന്തേലും കണ്ടോ? ഒന്നും കാണാൻ പറ്റിയില്ല സാറേ. ഞാൻ ബെഡ്റൂമിന്റെ ജനലിലൂടെ നോക്കിയത്, അതേ തുറന്നു കിടപ്പുള്ളായിരുന്നു. മുൻവശത്തെ ഡോറൊക്കെ അടഞ്ഞു കിടക്കുന്നോണ്ട് അകത്ത് കിടക്കുന്നതൊന്നും മനസ്സിലായില്ല. എന്തോ ഒരു കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഓ അത്രയെങ്കിലും തോന്നിയല്ലോ, ഭാഗ്യം. അപ്പൊ നീയും കിടപ്പിലായി. അല്ല ഇനിയിപ്പോ അവന്റെ കാര്യങ്ങൾ ആര് നോക്കൂടാ? 4-5 ദിവസം ഇങ്ങനെ കിടക്കണമെന്നാ പറഞ്ഞത്. പിന്നീട് എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ പിന്നെ ഒരു പയ്യനോട് പറഞ്ഞു പറ്റുന്നതൊക്കെ വാങ്ങിച്ചോണ്ട് തരണമെന്ന്. അവൻ വന്നും പോയി നിൽക്കുന്നുണ്ട്. എടാ എനിക്ക് നീയൊക്കെ ചെലവുണ്ടാക്കി വെക്കുന്നല്ലാതെ നിന്നെയൊന്നും കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. നീ അങ്ങോട്ട് പോയപ്പോ ഞാൻ കുറച്ച് പൈസ എന്നല്ലാടാ വിട്ടത്. അതൊന്നും പോരെ സാറേ, ഭാഗ്യം കൂടി വേണം. ഇത് വല്ലാത്തൊരു വിധിയായി പോയോടാ. അത് തന്നെ ഞാനും പറയുന്നത്. ഇതുവരെ ഞങ്ങൾക്കാർക്കും ഇങ്ങനെ കിടക്കേണ്ടി വന്നിട്ടില്ല. ഇതൊരു വല്ലാത്ത കിടപ്പായി പോയി സാറേ. ഇത് വെച്ചോ. അല്ല നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എടാ കണ്ണ് നടന്നെങ്കിൽ ഒന്ന് ചിരിക്കടാ. ഇവൻ ചിരിക്കത്തുമില്ല കരയത്തുമില്ല. സാറേ ഒന്ന് ചുമ്മാ ഇരിക്കും സാറേ. എങ്ങനെയെങ്കിലും എന്റെ കലിയൊന്ന് തീർക്കട്ടാ സാറേ. ഓരോന്നും വന്നിരിക്കുന്നു. അണ്ണാ ഞാൻ പറഞ്ഞില്ലേ അണ്ണാ, മിക്കവാറും അവന്റെ പള്ളേ കയറ്റുന്നത് ഞാനായിരിക്കും.